മാറ്റിയില്ലെങ്കിൽ അതാ കാലിന്റെ മുകളിലേക്ക് പഴുപ്പ് കയറാൻ സാധ്യതയുണ്ട്. ഉറുമതങ്ങളെ സമ്മതിച്ചില്ല. അവസാനം തന്റെ കാലിന്റെ അതാ മുട്ടിന്റെ ഭാഗം വരെ പഴുപ്പിങ് മുകളിലേക്ക് കയറുമ്പോ അവസാനം ഉറുമതങ്ങളോട് റളിയല്ലാഹു തആല അൻഹുവിനോട് വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിലും മുകളിലേക്ക് പഴുപ്പ് കയറാൻ സാധ്യതയുണ്ട്. ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്നനുസരിക്ക്. അവസാനം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കാല് മുറിക്കാൻ സമ്മതിക്കുകയാ. അവസാനം വൈദ്യന്മാരതാ ഒരു പാത്രത്തിൽ കള്ള് കൊണ്ടുവരികയാണ്. റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, തങ്ങളെ ഈ കള്ള് കുടിക്കണം. അല്ലാഹുവേ, അവിടുന്ന് ഞാൻ പറഞ്ഞു, ഉറുവതങ്ങൾ പറഞ്ഞു, ഞാൻ കുടിക്കൂല. ഇത് കുടിച്ചാലേ കാല് മുറിക്കാൻ പറ്റൂ. വേദന അറിയാതിരിക്കണമെങ്കിൽ ഇത് കുടിക്കണമല്ലോ. വേദന അറിയാതിരിക്കണമെങ്കിൽ ഇത് കുടിക്കണമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്, നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്. അതിന് നിങ്ങൾ എന്നെ കൊണ്ട് കള്ള് കുടിപ്പിക്കണ്ട. മഹാനായ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തന്നെന്നറിയോ, ഞാനൊന്ന് വുദുവെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കാം. ഞാൻ വുദുവെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കാം. ആ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, റളിയല്ലാഹു തആല അൻഹു വുദുവെടുത്തു. അവിടുന്ന് നിസ്കരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവേ അതാ വജ്ജഹത്ത് ബോധി കൈകെട്ടിയതാ വജ്ജഹത്ത് ബോധി അവിടുന്ന് ഫാത്തിഹ ബോധി സൂറത്ത് തുടങ്ങുമ്പോ വൈദ്യന്മാര് കാല് മുറിക്കുകയാ. ഒരു മരുന്നും കൊടുക്കാതെ, അല്ലാഹുവേ മയക്കാതെ റളിയല്ലാഹു തആല അൻഹുവിന്റെ പച്ചയായ ഒരു മനുഷ്യന്റെ കാല് മുറിക്കുകയാണ്. അല്ലാഹുവേ, ഉറുവതങ്ങൾ അറിഞ്ഞില്ല. ഞാനും നിങ്ങളും ഒരു കൊതുവ് കടിച്ചാ തിരിച്ചറിയുമല്ലോ. അല്ലാഹുവേ, റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലവരങ്ങ് വെട്ടിമുറിച്ചു. പടച്ചവനെ, തങ്ങൾ അറിഞ്ഞില്ല. കാലിലൂടെ രക്തം ഇങ്ങനെ ഒലിക്കുകയാണ്. ബ്ലഡ് നിൽക്കാതെ ഇങ്ങനെ ഒലിക്കുമ്പോ സൈതന്നെ തിളപ്പിച്ചിട്ട് ചോര നിൽക്കുന്നതിന് വേണ്ടി, രക്തം നിൽക്കുന്നതിന് വേണ്ടി എന്ന് ചെയ്തിരുന്നത് അല്ലാഹുവേ സൈതന്നെ തിളപ്പിച്ചിട്ട് മുക്കുകയാ. തിളച്ച എണ്ണ തന്റെ മുറിച്ച കാലിലേക്ക് മുക്കുമ്പോ റളിയല്ലാഹു തആല അൻഹു പിടഞ്ഞങ്ങ് വീഴുകയാ. അവിടുത്തെ ബോധമങ്ങ് നഷ്ടപ്പെട്ടു പോയി. പടച്ചവരെ, വൈദ്യന്മാര് മുഴുവനും ഇങ്ങനെ അതാ അവിടുന്ന് ബോധം തിരിച്ചു വരുന്ന സമയത്ത് കാല് മുറിച്ചു മാറ്റി എന്ന് പറയാൻ വേണ്ടി എല്ലാവരും നിൽക്കുമ്പോ അല്ലാഹു ആ മനുഷ്യന് കൊടുത്ത മറ്റൊരു പരീക്ഷണം എന്തെന്നറിയോ? അല്ലാഹുവേ, തന്റെ മക്കളിൽ അവസാനത്തെ ചെറിയ മകനുണ്ടല്ലോ, ഒട്ടകം ചവിട്ടികെട്ട് മരിക്കുകയാ. അല്ലാഹുവേ, ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ട് തന്റെ ചെറിയ മകനങ്ങ് മരണപ്പെട്ടു. ഉറുവതങ്ങളെ ബോധം കെട്ട് കിടക്കുകയാണ്. ബോധം തിരിച്ചു വരുമ്പോ ആദ്യം എന്താണ് പറയേണ്ടത്? നിങ്ങളുടെ ചെറിയ മകനതാ മരിച്ചെന്ന് പറയണോ? കാല് മുറിച്ചു മാറ്റിയ കാര്യം പറയണോ? വൈദ്യന്മാര് എല്ലാവരും ഇങ്ങനെ വല്ലാത്ത പ്രയാസത്തിലാണ്. റളിയല്ലാഹു തആല അൻഹു തനിക്ക് ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റി തങ്ങളെ. അവിടുന്ന് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. രണ്ടാമതായി പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ ചെറിയ മകനും മരണപ്പെട്ടു പോയി തങ്ങളെ. അപ്പോഴും പറഞ്ഞു, ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്.
എല്ലാവരും അത്ഭുതത്തോടെ ചോദിച്ചു. കാല് മുറിച്ചു മാറ്റിയിട്ടും അൽഹംദുലില്ലാ പറഞ്ഞതെന്താ? അവിടെന്ന് പറഞ്ഞു, അല്ലാഹു എനിക്ക് 2 കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ എടുത്തു മാറ്റിയല്ലോ, ഒരു കാല് പടച്ച റബ്ബ് എനിക്ക് നൽകിയല്ലോ. എന്നിട്ട് പറയുന്നു, എന്റെ മക്കളിൽ ഒരാളെയല്ലേ അല്ലാഹു തിരിച്ചു വിളിച്ചുള്ളൂ, എനിക്ക് ബാക്കി മക്കളെ പടച്ചവൻ തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരയുകയാ. പടച്ചവരേ, അവിടുന്ന് വൈദ്യന്മാര് ചോദിച്ചു, എന്തിനാ കരയുന്നത്, എന്തിനാ കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, ഇനി മുതൽ എനിക്ക് ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അല്ലാ, ഇനി മുതൽ ഒരുപാട് സമയം നിസ്കരിക്കാൻ എനിക്ക് ഒരു കാലല്ലേ ഉള്ളൂ, അല്ലാഹുവേ എനിക്ക് കഴിയില്ലല്ലോ എന്നോർത്തിട്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ, ചെറുപ്പക്കാരാ, നമസ്കാരം എന്ന് പറഞ്ഞാൽ അതാണടാ പൊന്നുമൂര്. നമ്മൾ കാണിക്കുന്ന കോമാളിത്തരമല്ല, ചാടിക്കേറി പള്ളിക്കകത്ത് പോയിട്ട് അല്ലാഹുവിനെ കളിയാക്കല. അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നിസ്കരിക്കണം. ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ഇതുപോലെ നിസ്കരിച്ച നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എങ്ങനെ നിസ്കരിക്കണമെന്നറിയോ, എങ്ങനെ നിസ്കരിക്കണമെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, എന്ന് നമ്മൾ നമസ്കരിക്കുന്നത് കാണുമ്പോ ശൈത്താൻ പോലും നമ്മുടെ നമസ്കാരം കണ്ടിട്ട് ചിരിക്കുകയാ. പടച്ചവനേ, എങ്കിലും ചില ആൾക്കാര് നിസ്കരിക്കുന്നത് കാണുമ്പോ ശൈത്താൻ കരയുമെന്നാ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നല്ലതുപോലെ നിസ്കരിക്കാൻ കഴിയണമെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ടത് എന്തെന്നറിയോ? ഒരു മഹാൻ ഒതുപെടുക്കുന്ന സമയത്ത് കരയുകയോ. പറയുന്നുണ്ട്, ഒന്നുപെടുക്കുന്ന സമയത്തെ കരയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, നിറമങ്ങ് മാറുകയാണ്. അല്ലാഹുവേ, ഹൗലുങ്കരയിൽ നിന്ന് ഒന്നുപെടുക്കുന്ന സമയത്ത് പോലും നിറമങ്ങ് മാറുകയാ. എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? ഇന്ന് വരെ നമ്മൾ ആരെങ്കിലും ഒന്നുപെടുക്കുന്ന സമയത്ത് കരഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? മഹാനവറുകൾ പറയുന്നു, എന്തിനാ ഉളവെടുക്കുന്ന സമയത്ത് കരയുന്നതെന്നറിയോ? ഈ ഉളവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ. എന്നെ പടച്ച റബ്ബിനെ കാണുന്നതിന് വേണ്ടിയാ ഞാൻ ഉളവെടുക്കുന്നത്. പിന്നെ എങ്ങനെയാ ഞാൻ കരയാതിരിക്കുക? പടച്ചവനെ, ഉളവെടുക്കുമ്പോഴേ കരയണം ചെറുപ്പക്കാരാ. കാരണം നിന്റെ പാപങ്ങൾ ആ സമയത്ത് പൊറുക്കുന്ന സമയമാ. കരഞ്ഞുകൊണ്ട് ഒതുവെടുത്തിട്ട് പള്ളിക്കകത്ത് കയറുകയാണ്. പടച്ചവനെ കാമത്ത് കൊടുത്തു. നമസ്കരിക്കാൻ ഇമാമ് വന്നു നിന്നു. എല്ലാവരും സഫ് കെട്ടി നിന്നു. അതാ കൈകെട്ടുന്നതിന് തൊട്ട് മുമ്പ്, കൈകെട്ടുന്നതിന് തൊട്ട് മുമ്പ് പടച്ചവനെ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നറിയുമോ? കണ്ണു തുറന്നു നോക്ക് ചെറുപ്പക്കാരാ. കണ്ണിന്റെ മുന്നിൽ കാണേണ്ടത് എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ വിശുദ്ധ കഅബാലയമുണ്ടല്ലോ. പടച്ചവന്റെ കഅബാലയം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരണം. ആ കറുത്ത കഅബാലയം പടച്ചവരെ, ആ കഅബാലയത്തെ കണ്ടുകൊണ്ട് നിസ്കരിക്കുന്നവനെ പോലെ, ആ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് ആ കഅബ തന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് നിസ്കരിക്കുന്നവനെ പോലെ പടച്ചവനെ, നീ നിന്റെ കണ്ണുകൊണ്ട് കഅബാലയം കാണണം. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, നിന്റെ കഴുത്തിന്റെ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണേ. നാളെ സുബഹി നമസ്കരിക്കുന്ന ഓരോ മനുഷ്യനും തന്റെ തലയുടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കണം. ഒരു മനുഷ്യൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഒരാള് നിന്നെ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. പെട്ടെന്ന് നിസ്കരിക്കടാ, പെട്ടെന്ന് നിസ്കരിക്കടാ. ആരാ പുറകിൽ കാത്തു നിൽക്കുന്നതെന്നറിയുവോ? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നിന്റെ പുറകിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. എന്തിനെന്ന്
എന്തിനെന്നറിയുവോ? നിന്നെ കൊണ്ടുപോകാ. പെട്ടെന്ന് നിസ്കരിക്കടാ, പോകാ സമയമായി. പെട്ടെന്ന് നിസ്കരിക്കെന്ന് പറഞ്ഞിട്ട് അസ്രായേൽ നിന്റെ തൊട്ടുപുറകിൽ നിന്നെ കൊണ്ടുപോകാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. വലതുഭാഗത്തേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ സ്വർഗമാണ് കാണേണ്ടത്, അല്ലാഹുവിന്റെ സ്വർഗമാണ് കാണേണ്ടത്. ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോ കാണേണ്ടത് അല്ലാഹുവിന്റെ നരകവാ. ചിന്തിക്കണമല്ലോ, ഈ നമസ്കാരം ശരിയായ ഈ സ്വർഗം എനിക്കുള്ളതാ. ഈ നമസ്കാരം ശരിയായില്ലെങ്കിൽ എന്റെ കിടക്കുന്ന വീട് ഈ നരകവാ. പടച്ചവനെ, അതാ മഹാനബികൾ അഞ്ചാമതായി പറയുകയാണ്, നാളത്തെ സുബഹി നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നല്ല കാര്യമാ. സലാം വീട്ടിക്കടിഞ്ഞ ഒരു സുബ്ഹാനല്ലാഹ് പറയാ നീ ഇല്ലടാ ചെറുപ്പക്കാരാ. പിന്നെ നിനക്കൊരു അൽഹംദുലില്ലാ പറയാ സമയമില്ലോ. ജീവിതത്തിൽ അവസാനത്തെ നല്ല കാര്യം ഈ നമസ്കാരമാണെന്നുള്ള ബോധത്തോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കരിച്ച അവന്റെ നമസ്കാരം കണ്ടിട്ട് ശൈത്താൻ കരയും. മോനെ, എന്റെ പ്രിയമുള്ളവരെ, നിസ്കരിക്കേണ്ടത് എങ്ങനെയാ? അതുകൊണ്ട് നമസ്കാരം അലംഭാവത്തോട് കാണുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മോനെ, കണ്ണിന്റെ മുന്നിലൂടെ ജനങ്ങളതാ പ്രായമുള്ളവര് പള്ളിയിൽ പോകുന്നത് കണ്ടാൽ കേറില്ലല്ലോ. മോനെ, ആരോടാ വാശി കാണിക്കുന്നത്? ആരോടാ വാശി കാണിക്കുന്നത്? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഒരിക്കൽ ഒരു മനുഷ്യൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തലയുടെ ഭാഗത്ത് നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരന്റെ തലയുടെ ഭാഗത്ത് നിൽക്കുമ്പോ അതാ മലക്കുൽ മൗത്ത് ഇറങ്ങി വരികയാണ്. പടച്ചവരേ, മലക്കുൽ മൗത്തിനെ കാണുമ്പോ റസൂലുള്ളാഹി തളർന്നു വീഴുകയാ. കൈകാലുകൾ വിറയ്ക്കുകയാണ്. പടച്ചവനെ, ഈ ഭയാനകമായ രൂപം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്ത് രൂപമാണ് ഇസ്രായീൽ? വല്ലാത്ത ദുർഗന്ധമടിക്കുന്നല്ലോ. നിന്നെ കണ്ടിട്ട് പേടി തോന്നുന്നു ഇസ്രായീലേ. ഈ കിടക്കുന്നത് കാഫിറല്ല, മുസ്ലിമാ. ഈ ചെറുപ്പക്കാരൻ മുസ്ലിമാണല്ലോ. എന്തിനാണ് ഈ രൂപത്തിൽ ഇറങ്ങി വന്നത്? നിനക്കൊന്ന് നല്ലതുപോലെ വന്നുകൂടെ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, ഇവന്റെ അടുക്കൽ നിൽക്കല്ലേ നബിയേ, ഈ വൃത്തികെട്ടവന്റെ അടുക്കൽ നിൽക്കല്ലേ. ഇറങ്ങിപ്പോ നബിയേ, ഇറങ്ങിപ്പോ നബിയേ. ഇവനോട് ഞാൻ കരുണ കാണിക്കില്ല, ഇവനോടൊരു പരിഗണനയുമില്ല. എന്റെ പ്രിയമുള്ളവര്, മലക്കുൽ മൗത്ത് പോലും അവിടെ നിന്ന് പറയുമെന്ന് പ്രവാചകൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ നന്നാകടാ പൊന്നുമോന്. എന്റെ സംഘാരകൾ ഉൾപ്പെടെ എല്ലാവരോടും പറയുകയാ, 5 വഖത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കല്ലേ. അവസാനത്തെ വഖത്ത് നിസ്കരിച്ചിട്ടേ മരിക്കാവൂ, അവസാനത്തെ വഖത്ത് നിസ്കരിച്ചിട്ടേ മരിക്കാവൂ. പടച്ചവനെ, ഇന്ന് വഅദിന് വരുമ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദനയാ. കാരണം എവിടെന്നാ വരുന്നതെന്നറിയോ? ഇന്ന് വഅദിന് വരുന്നതിന് മുമ്പ് പടച്ചവനെ, എന്റെ പ്രിയ സുഹൃത്ത് റഫീഖ് പടച്ചവനെ, അവരുടെ നാട്ടിൽ 2 ദിവസം മുമ്പ് ഒരു കുടുംബത്തിലെ 3 മക്കൾ ഒരുമിച്ചങ്ങ് മരണപ്പെട്ടു പോയല്ലോ. 2 മക്കളും ഒരു പെൺകുട്ടിയും, ആകെയുണ്ടായിരുന്ന 3 മക്കളും പടച്ചവനെ വെള്ളത്തിന്റെ അകത്ത് മുങ്ങി മരിച്ചു പോയല്ലോ. അല്ലാഹുവേ, ആ മരിച്ച വീട് കണ്ടിട്ടാ വരുന്നത്, ആ മരിച്ച വീട്ടിൽ കയറി ദുആ ചെയ്തിട്ടാ വരുന്നത്. പടച്ചവനെ, എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ല. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട മക്കളുടെ വാപ്പ ഇങ്ങനെ ഇരുന്ന് കരയുന്നു. ഉസ്താദേ, ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹു ഷഹീദിന്റെ കൂലി കൊടുത്തല്ലോ. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്നാ. 3 ശുഹദാക്കളുടെ വാപ്പയല്ലേ, 3 ശുഹദാക്കളുടെ വാപ്പയല്ലേ നിങ്ങള്? 3 ശുഹദാക്കളെ വളർത്താൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണല്ലോ. എന്തിനാ നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോ, ഉസ്താദേ,
മരിക്കുന്നത് വരെ ജീവിക്കണമല്ലോ, മരിക്കുന്ന കാലം വരെ ഇങ്ങനെ ജീവിക്കണമല്ലോ. 3 മക്കളുടെ മയ്യത്ത് ഒറ്റ ദിവസം കണ്ട വാപ്പയാ. അല്ലാഹുവേ, പടച്ചവരെ ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ അല്ലാ. മോനെ, ഇത്രയേ ഉള്ളടാ ജീവിതത്തിന്റെ വില. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ല പൊന്നുമോനെ. നിന്റെ ജീവിതത്തിൽ എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് രൂപത്തിലാണ് വരുന്നതെന്നറിയില്ലോ. എന്റെ പ്രിയമുള്ളവരെ, എപ്പോ എവിടെ വെച്ച് വന്നാലും അവസാനത്തെ ബക്കത്തും നിസ്കരിച്ചിട്ട് മരിക്കണം ചെറുപ്പക്കാരാ. تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت. ഈ സദസ്സിലിരിക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴെവിടെ കിടന്നാണ് മരിക്കുന്നത്? എങ്ങനെയാണ് മരിക്കുന്നത്? എവിടെയാണ് ഖബറടക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണോ, ദുആ ചെയ്യുന്ന സമയത്താണോ, ഇറങ്ങി പോകുന്ന സമയത്താണോ, വാഹനത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണോ, നടുറോഡിൽ കിടന്നാണോ, അതോ ബെഡ്റൂമിനകത്ത് കിടന്നാണോ, നിസ്കാരപ്പായിക്കകത്ത് കിടന്നാണോ? ഒരു മനുഷ്യന്റെ മരണം എപ്പോഴെവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് പറയാറ്. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് ഖുർആൻ പറയുമ്പോ ചിലർക്ക് മരണം അടുത്തറിയാൻ കഴിയും, ചിലരുടെ മരണസമയം അടുത്തു എന്ന് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു അടയാളങ്ങൾ കാണിച്ചു കൊടുക്കും, അവർക്കല്ലാതെ അത് അറിയില്ല എന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മരണമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരു ദിവസം എന്തായാലും ഞാനും നിങ്ങളും മരിക്കുമല്ലോ. മരിക്കുമെന്ന കാര്യത്തിൽ ഒരു മഖ്ലൂഖിനും സംശയമില്ല. കാരണം എല്ലാവർക്കും അറിയാം, ഒരു ദിവസം ഞാനും നിങ്ങളും മരിക്കുമെന്ന്. കാരണം മരിക്കുമെന്ന് പറഞ്ഞതാരാ? അല്ലാഹു തന്നെയാ പറഞ്ഞത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും മരണത്തിന്റെ രുചിയുണ്ടല്ലോ, എല്ലാവരും മരണം അനുഭവിക്കേണ്ടവരാണ്. ആ മരണത്തിന്റെ രുചി അനുഭവിക്കേണ്ടവരാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് സമയത്ത് ഏതവസ്ഥയിലാണ് വരുന്നതെന്നറിയില്ല. പക്ഷേ എപ്പോഴെവിടെ വെച്ച് മരണം കടന്നു വന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഒരു മനുഷ്യൻ യഥാർത്ഥ വിജയിയാകുന്നത് എപ്പോഴെന്നറിയുമോ? ഒരു മനുഷ്യൻ യഥാർത്ഥ വിജയിയാകുന്നത് എപ്പോഴെന്നറിയുമോ? നാട്ടുകാര് കൂടെ നടക്കുമ്പോഴല്ല, വലിയ പ്രവാസകനാകുമ്പോഴല്ല, നിസ്കാര തഴമ്പുണ്ടാകുമ്പോഴല്ല, ഹജ്ജ് ചെയ്യുന്ന സമയത്തല്ല, ഉംറ ചെയ്യുന്ന സമയത്തല്ല. ഒരു മനുഷ്യൻ ഏറ്റവും വലിയ വിജയിയാകുന്നത് എപ്പോഴെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുൽസിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഒരു മനുഷ്യൻ ഏറ്റവും വലിയ വിജയിയാകുന്നത് എപ്പോഴാണ് വിജയിയാകുന്നതെന്ന് പറയാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ പടച്ചവനെ ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് റൂഹ് പിടിച്ചവന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ ആ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? ആർക്കാണോ അത് പറയാൻ കഴിയുന്നത്, അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിജയം. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ യഥാർത്ഥ വിജയിയാകുന്നത് അവന്റെ അവസാനം നന്നാക്കുമ്പോഴല്ല, അല്ലാതെ ആള് കൂടെ നടക്കുമ്പോഴല്ല, പണം കിട്ടുമ്പോഴല്ല, വീട് കിട്ടുമ്പോഴല്ല, ഹജ്ജ് ചെയ്യുമ്പോഴല്ല. ഒരു മനുഷ്യൻ യഥാർത്ഥമായി അവൻ യഥാർത്ഥ വിജയിയാകുന്നത് അവന്റെ അവസാനം മനോഹരമാക്കുമ്പോഴാണ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മുഖത്ത് നോക്കി അറിയാം ഇവൻ വിജയിയാണോ പരാജയപ്പെട്ടവനാണോ. അള്ളാഹു വിജയിച്ചവരിൽ പെടുത്തുമാറാകട്ടെ, അള്ളാഹു വിജയിച്ചവരിൽ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മരണം എപ്പോ എവിടെ വെച്ചാ വരണമെന്നറിയില്ല. ഞാൻ ഇന്നലെ ജുമയ്ക്ക് വേണ്ടി എന്റെ പള്ളിയിലേക്ക് പോകുമ്പോൾ രണ്ട് ചെറുപ്പക്കാര് എന്റെ ബൈക്ക് പാഞ്ഞു കയറിപ്പോ, എന്റെ വണ്ടിയെ ഓവർടേക്ക് ചെയ്തിട്ട് അവർ വണ്ടി കയറിപ്പോയി. എതിരെ വന്ന ഒരു കുടുംബത്തിലെ രണ്ട് ചെറുപ്പക്കാർ, ജ്യേഷ്ഠനും മനുഷ്യനും, അള്ളാഹുവെ കണ്ണിന്റെ മുന്നിൽ ഇന്നോവ ഇടിച്ച് ലോറിയുടെ അടിയിൽ വീണിട്ട് അള്ളാഹുവെ കുടൽമാല വരെ വെളിയിൽ വീഴുന്ന അവസ്ഥയിൽ കിടന്നു മരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ. വീട്ടിൽ നിന്ന് വളരെ സന്തോഷത്തോടുകൂടി ഇറങ്ങിപ്പോയി രണ്ട് ചെറുപ്പക്കാർ. എന്റെ പ്രിയമുള്ളവരെ, എപ്പോ എവിടെ വെച്ചാ വരണമെന്നറിയില്ല, പക്ഷെ എപ്പോ എവിടെ വെച്ച് വന്നാലും അള്ളാഹു മനോഹരമാക്കി തരുമാറാകട്ടെ, അള്ളാഹു മനോഹരമാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം ഒരു ദിവസം നമ്മൾ എല്ലാവരും മരിക്കും. നമ്മുടെ വാപ്പ പോയതുപോലെ, നമ്മുടെ ഉമ്മ പോയതുപോലെ, നമ്മുടെ കുടുംബക്കാര് പോയതുപോലെ നമ്മൾ ഒരു ദിവസം പോകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ എല്ലാവരും പറയും എല്ലാവർക്കും മരണത്തിന് പേടിയാണ്, എല്ലാവർക്കും മരിക്കാൻ പേടിയാണ്. ചിലര് പറയും പേടിയൊന്നുമില്ല, വെറും നാവ് കൊണ്ടേ പറയത്തുള്ളൂ, എനിക്കും മരണത്തിന് പേടിയില്ല എന്ന് നമ്മളൊക്കെ നാവ് കൊണ്ട് പറഞ്ഞാലും നമുക്ക് മരിക്കാൻ പേടിയാ. എങ്കിൽ എന്തിനാ മരണത്തിന് ഇത്ര ഭയപ്പെടുന്നത്? എന്തിനാ നിങ്ങൾ മരണത്തെ ഇത്ര ഭയപ്പെടുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? തുഹ്ഫത്തുൽ മുഅ്മിനിൽ മൗത്ത് ഖാല നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണം എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന സമ്മാനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സമ്മാനം വാങ്ങുമ്പോൾ ആരെങ്കിലും കരയോ? പറമനുഷ്യന്മാരെ കരയോ? ഇനി കരഞ്ഞാലും അത് സന്തോഷത്തിന്റെ കണ്ണുനീരല്ലേ? മരിക്കണേന്റെ സമ്മാനം വാങ്ങുന്ന സമയത്ത് ഒരാളുടെ കണ്ണ് നിറഞ്ഞാലും അത് സന്തോഷത്തിന്റെ കണ്ണുനീരാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മരണം അള്ളാഹു തരുന്ന സമ്മാനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു സമ്മാന പൊതി പോലെ മരണം വാങ്ങാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാം, ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം കടന്നു ചെന്നു. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, അള്ളാഹു നിനക്കൊരു ഓഫർ തന്നിട്ടുണ്ട്, അള്ളാഹു നിനക്കൊരു ഓഫർ തന്നിട്ടുണ്ട്. എന്താ ഓഫർ? നിന്റെ വല്ല ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാവൂ അല്ല പറഞ്ഞിട്ടുണ്ട്. നിനക്ക് വല്ല ആഗ്രഹമുണ്ടോ എന്ന് അസ്റായീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യനോട് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറയാ, 40 കൊല്ലമായിട്ട് നീ എപ്പോഴാ വരുന്നേന്ന് പറഞ്ഞിട്ട് ഞാൻ കാത്തിരിക്കാം. 40 വർഷമായിട്ട് നീ എപ്പോഴാ വരുന്നെന്ന് പറഞ്ഞ് നോക്കാൻ തുടങ്ങിയിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 40 കൊല്ലമായി, എനിക്ക് ഒരു ആഗ്രഹമില്ല, പിടിച്ചോ. അല്ലാഹുവേ പടച്ചോനെ, അസ്റായീൽ അലൈഹിസ്സലാം പിന്നെയും ചോദിച്ചു, നിങ്ങൾക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ, അല്ലാഹ് പറഞ്ഞല്ലേ, ഒന്നും ഇല്ലാന്ന് പിടിച്ചോളാം. പിന്നെയും ചോദിച്ചു, വല്ല ആഗ്രഹം ഉണ്ടോ? അപ്പൊ പറഞ്ഞു, അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ 2 റക്അത്ത് ഉളു എടുത്തിട്ട് നിസ്കരിക്കാം. 2ാമത്തെ റക്അത്തിന്റെ സുജൂദി കിടക്കുമ്പോ പിടിച്ചോ. അല്ലാഹു ആ മനുഷ്യൻ അങ്ങനെ മരണപ്പെട്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ ഈ സദസ്സിൽ വഅദുണ്ടാകും. ചിലപ്പോ പറയാൻ ഞാനുണ്ടാകൂല, ചിലപ്പോ കേൾക്കാൻ നിങ്ങളുണ്ടാകില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉണ്ടാകുമോ? ഇൻഷാ അല്ലാഹ്. എന്ത് ഇൻഷാ അല്ലാഹ്? ഉണ്ടാകുകയോ ഇല്ലയോ നമുക്കറിയത്തില്ല. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ മരണം അടുത്തോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? സ്ക്രീനിൽ നോക്കാതെ ഇങ്ങോട്ട് നോക്കുക ആക്കാമാരെ. ഞാൻ 6 അടി നീളത്തിൽ ഇവിടെ നിൽക്കണം, എല്ലാവരും സ്ക്രീനിലോട്ടാണ് നോക്കണം. എന്നെ എവിടെ നിന്നാലും കാണാൻ അത്രയ്ക്ക് ഹൈറ്റ് അല്ലേ? അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു ഹൈറ്റ് ഇങ്ങനെ കൊടുക്കുന്ന മനുഷ്യന്മാരെ, ഒരു മനുഷ്യന്റെ മരണം അടുത്തോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? നിങ്ങൾക്കൊക്കെ വല്ലവന്റെ മയ്യത്തല്ലേ ഇന്നുവരെ കൊണ്ടടക്കിയിട്ടുള്ളൂ, എന്നാൽ നിങ്ങൾക്ക് പോകാൻ സമയമായോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? പറ, ഉണ്ടോ? മരണം അടുത്തു എന്നറിയാൻ വല്ല അടയാളമുണ്ടോ? ഇല്ല. ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് മരിക്കാൻ സമയമായോ എന്നറിയാൻ എത്ര അടയാളമുണ്ട്? 3 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അടയാളം ഉണ്ടോന്ന് നോക്കിയിട്ട് പോകാം, അതാണ് നല്ലത്. അടയാളം ഈ പറയുന്ന 3 അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടോ നമുക്ക് പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ മരണത്തിന്റെ അടയാളം പറഞ്ഞുതരട്ടെ. കേൾക്കാൻ ആഗ്രഹമുള്ളവരുന്ന് കൈവക്കിക്ക്. നീ പൊക്കണ്ട, അസ്രായേൽ പൊക്കിക്കോളൂ. നീ കൈ പൊക്കുവോ പൊക്കാതിരിക്കാതെ നിന്റെ ഇഷ്ടം. കൈ പൊക്കലും പൊക്കാതിരിക്കാൻ നിന്റെ ഇഷ്ടം. പക്ഷെ ആര് പൊക്കിയിരിക്കും? നീ എവിടെ പോയാലും അസ്രായേൽ നിന്നെ പൊക്കിയിരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അടയാളമൊക്കെ ഞാൻ പറഞ്ഞു തരാം. അടയാളം വന്നിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ പോണം, കോട്ടയ്ക്കല് പോണം. ചങ്കുവട്ടിയിലെങ്ങാനും പോയിട്ട് നിന്നെ പൊതിയാനുള്ള കഫൻ തുണി നീ തന്നെ വാങ്ങിച്ചോണം. ഇത്ര പറയാനുള്ളത്. അടയാളമൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഈ പറയുന്ന അടയാളങ്ങളിൽ ഏതെങ്കിലും എന്റെ പെങ്ങന്മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഫർദ് ഒന്നും എടുക്കണ്ട, നിന്നെ പൊതിയാനുള്ള കഫൻ തുണി നിന്റെ പൈസ കൊടുത്ത് എന്നെ മേടിച്ചു വെച്ചോ. അതാ ഒന്നാമത്തെ കാര്യം. പൊരുത്തം ചോദിക്കാനുണ്ടെങ്കിൽ പൊരുത്തം ചോദിച്ചോണം, കടം വീട്ടാനുണ്ടെങ്കിൽ കടം വീട്ടിക്കോണം, ആരോടെങ്കിലും യാത്ര പറയാനുണ്ടെങ്കിൽ പറഞ്ഞോണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നേരെ ഇരുന്നിട്ട് അടയാളം ഒന്ന് കേട്ടെ. ഇതിലെ പ്രസവിക്കുന്ന ആശുപത്രി പെണ്ണുങ്ങൾ ഇരിക്കണമായിരിക്കും. അത് നേരെ ഇരുന്നില്ല. മരണത്തിന്റെ അടയാളം കേൾക്കാൻ പോണ നാളെ ഇന്ന് രാത്രി വിട്ടുക. ഇന്ന് രാത്രി ഇസ്രായേൽ വെട്ടിക്കൊണ്ടു പോവാ ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ അടയാളം. ധൈര്യം ഉണ്ടല്ലോ പറ, ധൈര്യം ഉണ്ടല്ലോ. ഒന്നാമത്തെ അടയാളം, ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരി, നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലെ ഈ കറുത്ത രോമമുണ്ടല്ലോ, നിങ്ങളുടെ താടിയിലെ ഈ രോമമുണ്ടല്ലോ, ആ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ അപ്പാ നിനക്ക് നീ തന്നെ ഖബർ കുഴിച്ചിട്ടോ. നിന്റെ മരണത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ അടയാളം എന്താ? നല്ലതുപോലെ നോക്കിക്കോ. തലയിലും താടിയിലും നല്ലതുപോലെ നോക്കിക്കോ. ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ അത് നിന്റെ ഒടുക്കത്തെ പോക്കിന്റെ അടയാളമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി വെളുക്കാൻ വല്ലതുണ്ടോ? ഞാൻ പുറകോട്ട് നോക്കണില്ല, കാരണം അധികവും വെളുത്തിരിക്കുക. കാരണം എല്ലാവരും ചിലരൊക്കെ താടിയിൽ ഇങ്ങനെ പിടിച്ചു തുടങ്ങി. ഉസ്താദ് വെട്ടാറായി, സമയമായി, എപ്പോ വേണമെങ്കിലും. മനുഷ്യന്റെ മുടി നരയ്ക്കുക അത് മരണത്തിന്റെ അടയാളമാണ്. വേണമെങ്കിൽ നന്നായിക്കോ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഏകദേശം തീരുമാനമായി. പഠിച്ചു കിടക്കണ വാപ്പായ്ക്ക് ഏകദേശം ഉറപ്പായി. ഇനി 2, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിത്യമായിട്ടുള്ള രോഗങ്ങൾ അത് പിന്നെ പറയാനില്ല. ഏകദേശം എല്ലാവർക്കും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ രോഗങ്ങളില്ലാത്ത ആരുമില്ല. പ്രഷറുണ്ട്, പണ്ടൊക്കെ ചോദിക്കും എങ്ങനെയാടാ, കാണുമ്പോ സുഖമാണോടാ എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ അങ്ങനെ പ്രഷറുണ്ടോ, ഷുഗറുണ്ടോ, കൊളസ്ട്രോൾ 2 വിഭാഗം, ഒന്ന് നല്ലത്, ഒന്ന് മോശം. അവസ്ഥ. എന്റെ പ്രിയമുള്ളവരെ, നിത്യമായിട്ടുള്ള രോഗങ്ങൾ അത് മരണത്തിന്റെ അടയാളമാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മൂന്നാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു, പഴയ ആരോഗ്യം നഷ്ടപ്പെടുക. ഓടാൻ വയ്യ, നടക്കാൻ വയ്യ, കുനിയാൻ വയ്യ, ഇരിക്കാൻ വയ്യ, എല്ലാം വേദന. തൊലിയൊക്കെ ചുളുങ്ങി തുടങ്ങി, നെഞ്ചു പിരിച്ച് നടന്നവന് വളഞ്ഞു തുടങ്ങി. അത് മരണത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.